Good morning dear students. Plus 1 Mathematics Lab Chapter number 6 Linear Inequalities എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഇനീക്വാളിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇനീക്വാളിറ്റീസ്, അതിൻ്റെ ശേഷം സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ ആണ് നമ്മൾ സംസാരിച്ചത്. സൊല്യൂഷൻ കാണാനുള്ള സ്റ്റെപ്പുകളും കുറച്ച് പ്രോബ്ലംസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതേ ആശയങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ടു റിയൽ നമ്പേഴ്സ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് റിലേറ്റഡ് ബൈ ദി സിംബൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു greater than or equal to forms an inequality. ഇതായിരുന്നു ഡെഫിനിഷൻ. അതിന് എക്സാമ്പിൾസ് പറഞ്ഞു. ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി, ലിറ്ററൽ ഇനീക്വാളിറ്റി, സ്ട്രിക്റ്റ്, സ്ലാക്ക് എല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്സ് ഡെഫിനിഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. സൊല്യൂഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. സൊല്യൂഷനും അതിൻ്റെ നമ്പർ ലൈനിലുള്ള റെപ്രസെൻറ്റേഷനും നമ്മൾ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾക്ക് ഒരു ഇനീക്വാളിറ്റി സ്ക്രീനിൽ കാണാം. രണ്ടും ഒരേ ഇനീക്വാളിറ്റിയാണ്. ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും എന്നുള്ള പ്രോപ്പർട്ടി എത്ര നിങ്ങളെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ആ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഒരേ ചോദ്യം രണ്ട് കുട്ടികൾ രണ്ട് രൂപത്തിൽ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് നോക്കൂ, ആദ്യത്തെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി കിട്ടിയപ്പോൾ ആദ്യം ഈ 3x ഇങ്ങോട്ട് സൈഡ് മാറ്റി. 2x - 3x കറക്റ്റ് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ആദ്യം അവൻ ചെയ്തത് 3x ഇങ്ങോട്ട് മാറ്റി. ശരി, 2x - 3x എന്താണ്? -x അല്ലേ? -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇനി നമുക്ക് കിട്ടേണ്ടത് x ആണല്ലോ. അപ്പോൾ x കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x എന്നായിട്ട് മാറി, ഇവിടെ -1 കൊണ്ട് ചെയ്യുമ്പോൾ -10 എന്നായിട്ട് മാറി. അല്ലെങ്കിൽ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് ഓർത്താലും മതി. അങ്ങനെ മൈനസ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് എങ്കിൽ നിങ്ങൾ ഇനീക്വാളിറ്റി എന്ത് എഴുതണം? യെസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി മറ്റൊരാളെ ശ്രദ്ധിക്കുക. നോക്കൂ, നിങ്ങൾ മറ്റൊരാൾ ചെയ്യുന്ന രൂപം. അയാള് 3x ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം 3x ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത് അല്ലേ? നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ 2x അങ്ങോട്ട് റൈറ്റിലേക്ക് കൊണ്ടുപോയി 10 ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പൊ 10 മൈനസ് ആയി. -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x - 2x. ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഒരാൾ ഇങ്ങോട്ടാണ് 2x കൊണ്ടുപോയത്, കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ എന്തായി നോക്കൂ? -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. നമുക്ക് കണ്ടെത്തേണ്ടത് x തന്നെയാണല്ലോ. ഇവിടെ x ഇവിടെ പോസിറ്റീവ് ആണ്, കറക്റ്റ് x ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. പക്ഷെ നമ്മൾ ആദ്യം x എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം x എഴുതണമെങ്കിൽ എന്ത് എഴുതേണ്ടി വരും? നോക്കൂ, ഇത് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചു നോക്കൂ. -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ളത് തിരിച്ചു വായിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? എക്സിന്റെ ഭാഗമല്ലേ വലുത്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10 എന്ന് വായിച്ചാൽ മതി. ഓക്കെ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. കണ്ടോ, രണ്ടുപേർക്കും ഒരേ ആൻസർ തന്നെ ലഭിക്കും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയമാണ്, ഇത് അങ്ങോട്ട് കൊണ്ടുപോകണോ ഇങ്ങോട്ട് കൊണ്ടുവരണോ? അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഇനീക്വാളിറ്റി ഒരിക്കലും റിവേഴ്സ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തതല്ല. ഇത് നമ്മൾ റൈറ്റും ലെഫ്റ്റും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതാണ്. ഓക്കെ, എക്സിന്റെ ഭാഗമാണ് ഇവിടെ വലുത്, ഇവിടെയും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് കുറച്ചുകൂടി കൺവീനിയന്റ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ക്ലിയർ? നമുക്ക് ചോദ്യങ്ങളെ തുടരാം. ക്വസ്റ്റ്യൻസ് 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 4 അസൈൻമെന്റ്സ് തന്നിരുന്നു. ഇന്ന് 5 മുതൽ 10 വരെയുള്ള അസൈൻമെന്റ്സും കൂടെ ചെയ്താൽ ഇന്നത്തെ ക്ലാസ് അതോടുകൂടി അവസാനിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ ഇന്നത്തെ ക്ലാസ്. 3 × x - 2 ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 2 - x by 3. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും 1 ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 3യെ ലെഫ്റ്റിലേക്കും ഈ താഴെ കാണുന്ന 5നെ റൈറ്റിലേക്കും നമ്മൾ ക്രോസ് ചെയ്യുന്നു. 3 × 3 9. 9 × x - 2 = 25 × 2 - x. ക്ലിയർ ആണല്ലോ? 5 × 5 ആണ് 25, 3 × 3 9. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 9x എന്ന് പറയൂ, നിങ്ങൾ കൂട്ടത്തിൽ പറയണേ. 9x - 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 - 25x. ക്ലിയർ?
ഇനി നമ്മൾ എക്സിനെ വൺ സൈഡ് ആക്കുന്നു. അപ്പോൾ ഈ -25 എക്സിനെ റൈറ്റിലേക്ക് എടുക്കുന്നു, ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. 9x + 25x ≤ 50 + 18. കറക്റ്റ് അല്ലേ? 25 + 9 34 അല്ലേ? 34x ≤ 68, x ≤ 2. ഇവിടെ 34 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോളൂ, ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇതിന്റെ റെപ്രസെന്റേഷൻ ഒരു നമ്പർ ലൈനിൽ ഒരു ഇന്റർവൽ ഫോമിൽ കാണിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതാം. x belongs to -∞ to നമ്പർ ലൈനിൽ കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ അത് നമ്പർ ലൈനിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ സോൾവ് ദ ഇനീക്വാളിറ്റി ആൻഡ് ഷോ ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ എന്നാണ് മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമ്പർ ലൈനിൽ കാണിക്കാൻ പറഞ്ഞാൽ മാത്രം ഈ ഫിഗർ വരച്ചാൽ മതി, അല്ലെങ്കിൽ വരയ്ക്കേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. സോൾവ് x + x/2 + x/3 < 11. ഇവിടെ 3 ടേംസ് ഉണ്ടല്ലേ? നമ്മൾ 3 ടേംസിനെയും ഒരു സിംഗിൾ ഡിനോമിനേറ്റർ ആക്കി എഴുതാൻ പോവാണ്. ഇവിടെ 3ഉം 2ഉം വന്നതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പോകുന്ന ഒരു നമ്പർ എന്നുള്ള നിലയ്ക്ക് 6 എഴുതുന്നു. ഇവിടെ 6 എന്ന് എഴുതുമ്പോൾ സംഭവിച്ച മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 6 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതിയത് കൊണ്ട് ഇവിടെ താഴെ ആരും ഇല്ലല്ലോ. അപ്പോൾ അയാൾക്ക് പകരം നമ്മൾ 6 എഴുതിയത് കൊണ്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഫസ്റ്റ്. ഓക്കെ, ഇവിടെ 2ന് പകരമാണ് 6 എഴുതിയത് എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂമറേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3x. ഇവിടെ താഴെ 3 ആണുള്ളത്, പക്ഷെ ഇവിടെ 6 ഞാൻ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇങ്ങനെ 3 ടേംസ് ഒക്കെ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? എല്ലാ നമ്പറും പോകുന്ന നമ്പർ താഴെ എഴുതി. പിന്നീട് ഇവിടെ എക്സിന്റെ താഴെ ആരുമില്ല, പക്ഷെ ഞാൻ 6 എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 6x/6 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയല്ലേ? നോക്കൂ, 3x/6 കണ്ട, x/2 എന്നില്ലേ? ഇവിടെ 2x/6 ചെയ്യുമ്പോൾ 2ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്ന് വരും. കറക്റ്റ് ആയിരിക്കും. മേലോട്ട് ആലോചിച്ചാൽ മതി. ഇപ്പം എന്തായി നോക്കൂ, 9 11 അല്ലെ? 11x/6 < 11. ശരി, ഈ 6നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11x < 11 × 6. വീണ്ടും ഈ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ x < 6. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ? സോ ദ ആൻസർ ഈസ് x < 6. ഇന്റർവൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ -∞6 എന്ന് എഴുതാം. ഇവിടെ ലെസ് ദാൻ എന്ന് വന്നതുകൊണ്ട് ഓപ്പൺ ഇന്റർവൽ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ x belongs to എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇവിടെ x belongs to എന്ന് എഴുതിയിരുന്നു. അങ്ങനെ എഴുതാവുന്നതാണ്. x belongs to എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ വിട്ടുപോയതാണ്. നമ്പർ ലൈനിൽ കാണിക്കാൻ പറഞ്ഞാൽ 6ന്റെ ഇവിടെ റൗണ്ട് ചെയ്യുന്നു. < 6 ആയ നമ്പേഴ്സ് എല്ലാം ഇങ്ങനെ ബോൾഡ് ആയിട്ട് പേന കൊണ്ട് കട്ടി കൂട്ടി വരക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. x/2 greater than or equal to 5x - 2 divided by 3 minus 7x - 3 divided by 5. സോൾവ് ചെയ്യാനുള്ള ചോദ്യമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് സൈഡ് നോക്കൂ നിങ്ങൾ. ഒരു ന്യൂമറേറ്റർ ഒരു ഡിനോമിനേറ്റർ, മൈനസ് അനന്തര ന്യൂമറേറ്റർ ഒരു ഡിനോമിനേറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സിംഗിൾ ന്യൂമറേറ്ററും സിംഗിൾ ഡിനോമിനേറ്ററും ആക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ നമ്പേഴ്സിൽ ചെയ്യുന്നത് പോലെ ഈ റൈറ്റ് സൈഡ് മാത്രം നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. റൈറ്റ് സൈഡ് മാത്രമാണ് പറയുന്നത് കേട്ടോ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഇതാ ഈ 5 ഇൻറ്റു ഈ ബ്രാക്കറ്റ് 5x - 2 മൈനസ് 3 ഇൻറ്റു 7x - 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 5. അപ്പം ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതാ ഞാൻ ഈ 5നെ ഇങ്ങോട്ട് ക്രോസ് ലെഫ്റ്റിൽ ഒന്നും ചെയ്തിട്ടില്ല. 5 ഇൻറ്റു 5x - 2 മൈനസ് 3 ഇൻറ്റു 7x - 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 5. നമ്മൾ സാധാരണ നമ്പേഴ്സിൽ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരിക്കും? 25x - 10 മൈനസ് 21x + 9. ഈ +9 ഒക്കെ നന്നായി ശ്രദ്ധിക്കണം. -3 ഇൻറ്റു 7 ആണ് -21. -3 ഇൻറ്റു -3 ആണ് +9. സാധാരണ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് ഈ +9. -9 എന്ന് തന്നെ അറിയാതെ എഴുതിപ്പോവും. നന്നായി ശ്രദ്ധിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള ആള് ബ്രാക്കറ്റിന്റെ അകത്തുള്ള 2 പേർക്കും തുല്യ അവകാശികളാണ്. അതുകൊണ്ട് തുല്യമായിട്ട് നമ്മൾ വീതം വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി 25x - 21 എന്ന് പറഞ്ഞാൽ 4x ആണ് അല്ലേ? -10ഉം +9ഉം ചേർത്താൽ -1 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 4x - 1 ഡിവൈഡ് ബൈ 15. ഓക്കെ, 25ൽ നിന്ന് 21 മൈനസ് ചെയ്താൽ 4. -10 + 9 -1. ഓക്കെ ആണല്ലോ? അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരു സിംഗിൾ ന്യൂമറേറ്റർ സിംഗിൾ ഡിനോമിനേറ്റർ. ഇനി ഇവിടെ ലെഫ്റ്റും റൈറ്റും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 15x greater than or equal to 8x - 2. കറക്റ്റ് അല്ലേ? 15x മനസ്സിലായി. 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ 2 പേർക്കും മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കണം. 2 × 4 8, 2 × -2 -2. ഇനി എന്ത് ചെയ്യും?
എക്സിനെ വൺ സൈഡ് ആക്കണം. അപ്പൊ ഈ 8x ലെഫ്റ്റിലേക്ക് എടുക്കണം. 15 15x മൈനസ് 8x എത്രയായിരിക്കും? 15 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇവിടെ ഒന്നും നമ്മൾ നെഗറ്റീവ് കൊണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് x ലഭിക്കാൻ എന്ത് ചെയ്യണം? യെസ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല ഇനീക്വാളിറ്റിക്ക്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2/7 എന്നാണ് ആൻസർ. ഓക്കെ, -2/7 ഏകദേശ ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയുന്നത് നല്ലതാണ്. അത് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇതിനെ ഇന്റർവെൽ ഫോമിലേക്ക് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? -2/7 ഇൻഫിനിറ്റി എന്ന് എഴുതണം. ഇവിടെ ക്ലോസ് ചെയ്യണം കേട്ടോ. ഇനി -2/7 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടായിരിക്കും? -0.2 ഉണ്ടാവുക. -0.2 എന്ന് പറഞ്ഞാൽ 0യുടെയും -1ന്റെയും ഇടയിലായിരിക്കും. റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ റിയൽ നമ്പർ ലൈനിൽ ബോൾഡ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ടോ? ബ്ലൂ കളറിൽ ഇങ്ങനെയാണ് നമ്പർ ലൈനിൽ കാണിക്കേണ്ടത്. അപ്പൊ നമ്പർ ലൈനിൽ കാണിക്കാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഫുൾ ചെയ്തു വരുന്നത്, അതുകൊണ്ടാണ് കാണിച്ചത്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി നമ്പർ ലൈൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കരുത്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ -2/7 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒരു വേർഡ് പ്രോബ്ലമാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ചോദ്യം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. യെസ്, രവി obtained 70-75 marks in first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. ആദ്യത്തെ 2 പരീക്ഷയിൽ ഒന്നിൽ 70 കിട്ടിയിട്ടുണ്ട്, ഒന്നിൽ 75 കിട്ടിയിട്ടുണ്ട്. എങ്കിൽ മൂന്നാമത്തെ പരീക്ഷയിൽ മിനിമം എത്ര മാർക്ക് വാങ്ങിയാലാണ് രവിയുടെ ആവറേജ് മാർക്ക് 60 60ൽ കൂടുകയും ചെയ്യുക എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ പരീക്ഷയിൽ 70 എടുത്തു, രണ്ടാമത്തെ ടെസ്റ്റിൽ 75, മൂന്നാമത്തെ ടെസ്റ്റിൽ നമുക്ക് x എന്ന് സങ്കല്പിക്കുക അല്ലെ? 70, 75 and x be the marks. അത്ര ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇനി ആവറേജ് മാർക്കിനെ കുറിച്ചാണ് ചോദ്യം. 3 നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ആവറേജ് ഓഫ് 70, 75, x? ആവറേജ് മാർക്ക് ഈസ് അറ്റ്ലീസ്റ്റ് 60 എന്നാ പറഞ്ഞു. എന്താ അറ്റ്ലീസ്റ്റ് 60 മീൻസ്? അറ്റ്ലീസ്റ്റ് 10 എന്ന് പറഞ്ഞാൽ 10നേക്കാൾ 10ഓ 10ൽ കൂടുതലോ ആണ്. അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞാൽ 60യോ 60യേക്കാൾ കൂടുതൽ. അതാണ് അറ്റ്ലീസ്റ്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 60 മീൻസ് 60 ഓർ മോർ എന്നാണ്. ഇവിടെ തന്നിട്ടുണ്ട് ആവറേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്നാണ്. അറ്റ്ലീസ്റ്റ് 60 മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ആവറേജ് മാർക്ക് 60നേക്കാൾ കൂടണം, 60ഓ 60നേക്കാൾ കൂടണം. Now what is average? Average means 75 plus x by 3 ആണല്ലോ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആവറേജ്? 1 ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് ഡിവൈഡ് ബൈ 3. അതാണ് ആവറേജ് മാർക്ക്. ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇതെന്താണ്? 145 ആണ് അല്ലേ? 145 പ്ലസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് രണ്ടും ആഡ് ചെയ്തു, രണ്ടും ഒരുമിച്ച് ചെയ്തതാണ്. ഇനി എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 145നെ സൈഡ് മാറ്റി 35 എന്ന ആൻസർ കിട്ടും. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം? മൂന്നാമത്തെ പരീക്ഷയിൽ 35 മാർക്ക് വാങ്ങിയാൽ തന്നെ രവിക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 60%. ഓക്കെ, 60 മാർക്ക് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ 70 മാർക്ക് 2 പരീക്ഷയിൽ അഡ്വാൻസ് ചെയ്ത് മാർക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പം മൂന്നാമത്തെ പരീക്ഷയിൽ 35 മാർക്ക് വാങ്ങിയാൽ അദ്ദേഹത്തിന് 60 കിട്ടും. അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി 70 മാർക്ക് കിട്ടുമ്പോൾ ഇവിടെ 35നേക്കാൾ കൂടിയാൽ ഇവിടെ 60നേക്കാൾ കൂടിയ മാർക്ക് കിട്ടും. ഇപ്പൊ ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് രവി 35 മാർക്കെങ്കിലും വാങ്ങണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഓക്കെ, ഇങ്ങനത്തെ കേസൊക്കെ നിങ്ങൾക്ക് ഇനി +1 പബ്ലിക് പരീക്ഷ ഒക്കെ എഴുതുന്നുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ 95 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ 85 മാർക്ക് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. ഓക്കെ, വേണ്ടത് 90 ആണ്, 90 ആണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 100ൽ 100ഉം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നിങ്ങൾ എത്ര വാങ്ങിയാൽ മതി? 80 മാർക്ക് വാങ്ങിയാൽ തന്നെ A+ കിട്ടും. അതല്ല, ഫുൾ വാങ്ങുന്നവർക്ക് ഫുൾ വാങ്ങും. ഞാൻ ഈ അറ്റ്ലീസ്റ്റ് എന്നുള്ള കേസ് പറഞ്ഞതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് all pairs of consecutive odd positive integers both of which are smaller than 10 such that their sum is more than 11. രണ്ട് നമ്പേഴ്സ് നമ്മൾ പെയർസ് ഓഫ് നമ്പേഴ്സ് കണ്ടെത്തണം. ഓഡ് നമ്പർ ആയിരിക്കണം, ഓഡായിരിക്കണം, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരുന്ന തുടങ്ങുന്നത് 1, 3, 5, 7 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. 2 നമ്പറും 10നേക്കാൾ ചെറുതായിരിക്കണം. അപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് തൽക്കാലം x+2 എന്ന് അസ്യൂം ചെയ്യാണ്. x+2 ബി നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് x+2 എന്ന് സെലക്ട് ചെയ്തത്?
നോക്കൂ നിങ്ങൾ, ഒരു നമ്പർ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഈവൺ ആയിരിക്കും. ഇത് ഫസ്റ്റ് ഓഡ് ആണെങ്കിൽ ഇത് ഈവൺ ആയിരിക്കും. ഇപ്പൊ രണ്ടും ഓഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തടുത്ത ഓഡ് നമ്പർ വരണമെങ്കിൽ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലേ. 1 കഴിഞ്ഞാൽ പിന്നെ 3 അല്ലേ, 1 കഴിഞ്ഞാൽ 3 അല്ലേ ഓഡ് നമ്പർ, അതുകൊണ്ട് 2 പ്ലസ് ചെയ്യണം. ഓക്കെ, എക്സ് പ്ലസ് 2 ബി ദി നമ്പേഴ്സ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി രണ്ട് നമ്പറും സ്മോളർ ദാൻ 10 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എക്സ് 10നേക്കാൾ ചെറുതാവണം, എക്സ് പ്ലസ് 2 10നേക്കാൾ ചെറുതാവണം. എക്സ് ലെസ് ദാൻ 10, എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷനാണ്. ഒരിക്കലും ഇതിൽ നിന്ന് ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് കിട്ടിയതല്ല ഇത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ രണ്ട് കണ്ടീഷനും ഒരേ സമയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബോത്ത് ഓഫ് വിച്ച് ആർ സ്മോളർ ദാൻ 10. ഈ സെന്റൻസ് വായിക്കണം. ബോത്ത് ഓഫ് വിച്ച് ആർ സ്മോളർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ നമ്പർ ലെസ് ദാൻ 10 ആയിരിക്കണം, രണ്ടാമത്തെ നമ്പറും ലെസ് ദാൻ 10 ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ നോക്കൂ, സം ഈസ് മോർ ദാൻ 11. എന്താണ് ഇതിന്റെ സം? യെസ്, സം ഈസ് ഗ്രേറ്റർ ദാൻ 11 നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. പക്ഷെ ഇതിന്റെ സം എന്താ നോക്കൂ, എക്സിന്റെയും എക്സ് പ്ലസ് 2ന്റെയും സം എക്സ് പ്ലസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 11. ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് കേട്ടോ സം. ഇതെന്താണ്? 2x ഗ്രേറ്റർ ദാൻ 9 എന്ന് എഴുതാം അല്ലെ. 2x ഗ്രേറ്റർ ദാൻ 9. എങ്ങനെ 9 വന്നത്? ഈ 2നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ 2x കൂടെ കൂട്ടിയതാണ് 2x. then what is x? x is greater than 9/2. കറക്റ്റ് അല്ലേ? x is greater than 9/2 ആണ് 4.5. അപ്പോൾ നിങ്ങൾ പറയേണ്ട ആൻസർ 4.5ന്റെ മേൽപോട്ടായിരിക്കണം, ഗ്രേറ്റർ ദാൻ 4.5 ആയിരിക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലെസ് ദാൻ 10 ആയിരിക്കണം രണ്ട് നമ്പേഴ്സും. അപ്പൊ ആദ്യത്തെ ഇൻറ്റിജർ പറയൂ, ആദ്യത്തെ പോസിറ്റീവ് ഇൻറ്റിജർ, ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ പറയണം. 4.5നേക്കാൾ വലിയ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണ്? 5 അല്ലെ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ പേഴ്സ് ആയിട്ട് എഴുതണം. അപ്പൊ ഏതാ ആദ്യത്തെ നമ്പർ? 5 കറക്റ്റ് അല്ലേ. 5ഉം 7ഉം കൂടെ രണ്ട് നമ്പറും 10നേക്കാൾ ചെറുതാണ്, രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ 11നേക്കാൾ കൂടുതലായിരിക്കും. സം കണ്ടോ, 11നേക്കാൾ കൂടുതൽ. അടുത്ത നമ്പർ 7 9, ശരിയല്ലേ? 7 9. ഇനി അടുത്ത ഓഡ് പെയർ എന്തായിരിക്കും? അടുത്ത പെയർ എഴുതുമ്പോൾ 9 11 നമ്മൾ എഴുതണം. പക്ഷെ 9 11 എഴുതുമ്പോൾ രണ്ടാമത്തെ നമ്പർ 10നെ ഓവർടേക്ക് ചെയ്ത് പോയി. അതുകൊണ്ട് ഇത് ശരിയാണോ? 9 11 ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം രണ്ടാമത്തെ നമ്പർ നോക്കൂ, എക്സ് പ്ലസ് 2 10നേക്കാൾ ചെറുതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആകെ രണ്ട് പേഴ്സ് മാത്രമേ ഇവിടെ ആൻസർ ഉള്ളൂ, 5 7 and 7 9. ഇതിന്റെ പ്രത്യേകത എന്താ നോക്കൂ, ഇത് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. രണ്ടും കൂടെ ചേർത്താൽ സം ഗ്രേറ്റർ ദാൻ 11 ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടിയാൽ 11നേക്കാൾ കൂടുതലായിരിക്കും. മാത്രമല്ല രണ്ട് നമ്പറും 10നേക്കാൾ ചെറുതായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പേഴ്സ് ആണ് 5 7 and 7 9. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കൂ, ഓൾ പേഴ്സ് കാണാനാണ്, പേഴ്സ് ഓഫ് നമ്പേഴ്സ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ പെയർ ആയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. ഒരു കണ്ടീഷൻ ഉണ്ട്, രണ്ട് നമ്പറും 10നേക്കാൾ ചെറുതാവണം. സം ചെയ്താൽ 11നേക്കാൾ കൂടുതലായിരിക്കണം. രണ്ട് നമ്പറും കറക്റ്റ് അല്ലേ? ശരി. 9 11 പറ്റാത്തതിന്റെ കാരണം മനസ്സിലായല്ലോ. 11 എന്ന് പറയുന്ന നമ്പർ 10നേക്കാൾ ചെറുതായി വരണം, പക്ഷേ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. നിങ്ങൾ ചോദ്യം വായിക്കൂ. ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 3 times the shortest. Third side is 2 centimeters shorter than the longest. If the perimeter of the triangle is at least 61, find the minimum length of the shortest side. ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. വെരി ഈസിയാണ്. നമ്മൾ ഈ ചോദ്യം ഒന്ന് നിർത്തി വായിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ എല്ലാം കമ്പയർ ചെയ്തിരിക്കുന്നത് ഷോർട്ടസ്റ്റ് സൈഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. കണ്ടോ, ലോങ്സ്റ്റ് സൈഡ് ഈസ് 3 times ഷോർട്ടസ്റ്റ് എന്ന് കണ്ടില്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഷോർട്ടസ്റ്റ് സൈഡിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാൻ പോവാണ്. ഷോർട്ടസ്റ്റ് സൈഡിന് എക്സ് എന്ന് കൊടുക്കണം. ഓക്കെ, ഷോർട്ടസ്റ്റ് സൈഡിന് എക്സ്. ഇനി ഈ ഒരു എക്സിന്റെ കെയർ ഓഫിൽ, എക്സിന്റെ ടേംസിൽ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ലോങ്സ്റ്റ് സൈഡ് ഈസ് 3 times ഷോർട്ടസ്റ്റ്. അപ്പൊ ലോങ്സ്റ്റ് സൈഡ് എന്തായിരിക്കും? 3 times ഷോർട്ടസ്റ്റ് എന്ന് എങ്ങനെ വായിക്കുക? മാത്തമാറ്റിക്കലി എങ്ങനെ വായിക്കും? ലോങ്സ്റ്റ് സൈഡ് ഈസ് 3 times ഷോർട്ടസ്റ്റ്. കറക്റ്റ് അല്ലേ? 3 times ഷോർട്ടസ്റ്റ്. അടുത്ത സെന്റൻസ് വായിക്കൂ. തേർഡ് സൈഡ് ഈസ് 2 centimeters ഷോർട്ടർ ദാൻ ദി ലോങ്സ്റ്റ് സൈഡ്. ഇതാണ് ലോങ്സ്റ്റ് സൈഡ്. ലോങ്സ്റ്റ് സൈഡിനേക്കാൾ 2 കുറവാണ് അല്ലേ. അപ്പൊ തേർഡ് സൈഡ് എങ്ങനെ എഴുതും? ഇതാ 2 ഷോർട്ടർ ദാൻ ദി ലോങ്സ്റ്റ് സൈഡ്. മനസ്സിലായല്ലോ? ഇത് ഷോർട്ടസ്റ്റ് സൈഡ്, ലോങ്സ്റ്റ് സൈഡ് ഈസ് 3 times the shortest, third side is 2 shorter than the longest. Clear? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ഈസ് അറ്റ്ലീസ്റ്റ് 61. നേരത്തെ പറഞ്ഞ അതേ വാക്കാണ്, അറ്റ്ലീസ്റ്റ് 61 അല്ലേ. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് പെരിമീറ്റർ?
പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള അളവ് അല്ലെ, ചുറ്റളവാണ്. മൂന്നും കൂടെ പ്ലസ് ചെയ്താൽ കിട്ടും പെരിമീറ്റർ. പെരിമീറ്റർ ഈസ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ്. ഇതാണ് പെരിമീറ്റർ. ഇത് ചേർത്താൽ എന്ത് കിട്ടും? 7x - 2 എന്ന് കിട്ടും. ഇതാണ് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ഇനി പറഞ്ഞിട്ടുണ്ട് പെരിമീറ്റർ ഈസ് അറ്റ്ലീസ്റ്റ് 61. എന്താ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. നേരത്തെ നമ്മൾ സംസാരിച്ചു അല്ലെ, 61 ഓർ മോർ എന്നാണ്, ഇൻക്ലൂഡിങ് 61 ആണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. മറക്കരുത്, ഇവിടെ ഈക്വൽ ടു നിർബന്ധമായിട്ടും എഴുതണം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 61 ഓർ മോർ എന്നാണ് ഇവിടെ അതിന്റെ അർത്ഥം. പെരിമീറ്ററിന്റെ വാല്യൂ ഇവിടെ നമ്മൾ കൊടുക്കുന്നു 7x - 2 എന്ന് കൊടുക്കുന്നു. 7x - 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. 7x ബാക്കി നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 63. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് ആണ് ഇവിടെ ചോദ്യം. മിനിമം ലെങ്ത് ആണ് ചോദ്യം. മിനിമം 9 ആയിരിക്കും. മിനിമം 9 എന്ന് പറഞ്ഞാൽ 9ഓ 9നേക്കാൾ കൂടുതലോ. അപ്പൊ മിനിമം ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് എന്നാണ് 9 എന്നാണ്. അപ്പൊ ഇത്ര നിങ്ങൾ എഴുതിയാൽ തന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതിന്റെ ഫുൾ സ്കോറും ലഭിക്കും. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മിനിമം ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 9. മിനിമം 9 എന്ന് പറഞ്ഞാൽ 9 ഓർ മോർ. മനസ്സിലായല്ലോ ചെയ്തത്? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേരിയബിൾ ലീനിയർ ഇനിക്വാളിറ്റി ഇൻ 1 വേരിയബിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്തത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അസൈൻമെന്റ്സ് ബാക്കിയുണ്ട്. 5 മുതൽ 8 വരെയുള്ള 4 അസൈൻമെന്റ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പെർഫെക്ഷനിലേക്ക് എത്തണം. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 4ഉം നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ്. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ കഴിയും. നന്നായി ശ്രദ്ധിക്കണം, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. മാത്തമാറ്റിക്സിലെ പ്രോബ്ലം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഓടിക്കുന്നത് പോലെയാണ്, റോഡിലൂടെ ഒരു 4 വീലർ ഓടിക്കുന്നത് പോലെയാണ്. നമ്മുടെ ശ്രദ്ധ ഒരല്പം പാളിപ്പോയാൽ വാഹനം ക്രാഷ് ആവുന്നത് പോലെ നമ്മുടെ ശ്രദ്ധ ഒരല്പം പാളിപ്പോയാൽ മാത്തമാറ്റിക്സിലെ പ്രോബ്ലവും തെറ്റിപ്പോകും. അതുകൊണ്ട് നല്ല അതീവ ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. ഇനി ഹോംവർക്ക് 4 ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ചെയ്ത നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത അതേ ചോദ്യങ്ങൾ നിങ്ങൾ പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങൾ സ്വന്തമായിട്ട് എത്തിച്ചേരുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ചോദ്യങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ എത്തിച്ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ബാക്കി കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.